കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയിലലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറി തുടങ്ങിയ ചേരയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീ എന്നും നീയാണ്. കോതമ്പു പാടത്ത് നീർ പെയ്തു പോകും മുകിലാണ്. കത്തും വരളി പോൽ ചുട്ടുപഴുത്തൊരാ കുഗ്രാമഭൂവിൻ കുളിരാണ്. ആരെയോ പ്രാഗി മടക്കുമൂരമ്മയ്ക്ക് കൂരയിൽ നീയൊരു കൂട്ടാണ്. ആരാന്റെ കല്ലിന്മേൽ രാഗിയഴിയുന്നൊരച്ഛന്റെ ആശതൻ കൂടാണ്. താഴെയുള്ളിത്തിരിപ്പോന്ന കിടാങ്ങൾക്ക് താങ്ങാണു താരാട്ടുപാട്ടാണ്. മന്ദഗാമിനി ഹേമമന്ദയാമിനി ഘനശ്യാമരൂപിണി വരൂ നീ. നർമ്മ മൃദുമർമ്മര വിലാസങ്ങളെ തഴുകി സന്ധ്യയുടെ രാഗം പൊലിഞ്ഞു. സഹ്യാദ്രി തീരവുമിരുണ്ടു വരിക കുളിരിളകുന്ന ചെറുതന്നലേറി നീ. തരിക തളിരതരതല താമ്പൂല മാധുരി. ഇരുളിലുരുളുന്നു പ്രപഞ്ചാണ്ട കീടങ്ങൾ, മറയുന്നു മായുന്നു ശ്രുതികളും സ്മൃതികളും. ചിരംജീവികൾ വിദുര സപ്തർഷി താരകളുമലിയും നിരുട്ടിലതിവേഗം. വരിക ഘനശൈത്യമേ, വരിക അന്ധകാരമേ, വരിക മരണത്തിന്റെ മൂഢാനുരാഗമേ. പുണർന്നിടുക നിൻ ഭുജഭുജംഗ വലയങ്ങളാൽ, ചൊരിഞ്ഞിടുക നിൻ ചടുല ചാടുട്ടി ചെവികളിൽ. ഭാവിയൊരു ഭൂതമായി നോക്കുന്നു ഷസ്സിന്റെ നീതി കഥയീണമിട്ടാരുണ്ടു കേൾക്കുവാൻ. പുണ്യപുരുഷന്മാർ മരിച്ചുപോയി, ഭൂമിയുടെ പുണ്യമിതു മിഥ്യാപുരാണം. നാളെയുടെ പാട്ടു ഞാൻ പാടിയില്ലേ, തരൂ നാണയമിതാണെന്റെ സ്വാതന്ത്ര്യഗായകൻ. എവിടെയൊരു യുദ്ധമുണ്ട്, എവിടെയൊരു ക്ഷാമമുണ്ടെന്നു കേട്ടിടിലും കവിത എഴുതിയിട്ടതും കാശാക്കി മാറ്റുന്നു ബഹുജനഹിതാർത്ഥം ജനിച്ചു ജീവിപ്പവൻ. വിനയമൊരു നയമാക്കി മേൽമുണ്ടിനറ്റത്തു കസവു ചിരി തുന്നുന്നു ധർമ്മപ്രചാരകൻ. ദേഹമിതനിത്യം, അതിനാൽ ഇന്നെനിക്കു നീ ദേഹിനിൻ സുഖമിതേ സ്നേഹപ്രവാചകൻ. കാലടികൾ ചുറ്റിയൊരു ചങ്ങല ഇതിന്നെന്റെ കാതര ഹൃദന്തമണിയുന്നു. ഹേ മന്ദഗാമിനി, ഹേ മന്ദയാമിനി, ശരത് സ്വപ്നകാമിനി വരൂ നീ. നിന്നുഗ്രശൈത്യ പരിപാകം ഗ്രസിക്കുന്ന മന്നി വിഷാണു മരവിക്കാം. കൽപ്പാന്തമിങ്ങനെ കഴിഞ്ഞാൽ പുരാണ കഥ പൊട്ടിത്തളിർത്തു തണലേകാം. اللهم صل وبلغ مثل ثواب ما قرأناه من القرآن العظيم لحضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم زده شرفا إلى شرفه وفضلا إلى فضله. اللهم اجعل ثواب ذلك زيادة في شرفه وزيادة تليق بعظيم شرفه. SSF-നിത് ആത്മനിർവൃതിയുടെ സുന്ദര നിമിഷം. ത്യാഗമനുഭവിച്ച ഒരുപാട് സാത്വികരായ ഉലമാക്കൾ, നേതാക്കൾ, പ്രവർത്തകർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അവരൊക്കെയും ആത്മനിർവൃതിയോടെ
ഈ സുന്ദര നിമിഷത്തെ അനർഘമാക്കി തീർക്കുന്നു. SSFനെ സംബന്ധിച്ചിടത്തോളം 3 പതിറ്റാണ്ടിലേറെ പിന്നിട്ട സംഘടന കേരളത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനേകം കർമ്മ പദ്ധതികളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ സവിശേഷ പ്രാധാന്യമർഹിക്കുന്ന ഒരു കർമ്മ പദ്ധതിയാണ് സാഹിത്യോത്സവം. ഇന്ന് സംഘടനയുടെ നേതൃരംഗത്തുള്ളവർ, കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് തലയുയർത്തി പിടിച്ചിരിക്കുന്ന ഒട്ടനേകം ആളുകൾ ഈ സംഘടനയുടെ ഇതുപോലുള്ള ഒട്ടനേകം കർമ്മ പദ്ധതികളിലൂടെ വളർന്നു വന്നവരാണെന്നും അവരിന്ന് നാടിന്റെ നാനാഭാഗങ്ങളിലുമായി കേവലം ഏതെങ്കിലും ഒരു തലത്തിൽ, ഒരു പ്രത്യേക വൃത്തത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടല്ല, മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് വളരെ ഫലപ്രദമായ രീതിയിൽ സാമൂഹിക പ്രക്രിയയിൽ പങ്കാളികളായിക്കൊണ്ട് മുന്നിൽ നടക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു ദൃശ്യമായി നാം നോക്കിക്കാണും. അതായത് 1971 സമന്വയ വിദ്യാഭ്യാസ പദ്ധതി അവിഭക്ത കണ്ണൂർ ജില്ലാ ജമീയത്തുൽ ഉലമ നടപ്പിലാക്കിയതിൻ്റെ 36ാം വർഷം. മറ്റൊന്ന്, വിദ്യാർത്ഥി ലോകം അലസമായി കഴിയുകയും ആർക്കും ഉപകരണമാക്കാൻ സാധിക്കുന്ന ദശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ 1973 സ്ഥാപിതമായ സമന്വയ വിദ്യാർത്ഥി സംഘടന. ഞാൻ സമന്വയ എന്നൊക്കെ പറയുന്നത് വിശദീകരിക്കാൻ സമയമില്ലാത്ത, ഇത് രണ്ടും മേളിക്കുന്ന ഈ മഹത്തായിരിക്കുന്ന സംരംഭം തീർച്ചയായും ഭാരതത്തിനല്ല ലോകത്തിന് തന്നെ ശാന്തിയുടെ സന്ദേശമാണെന്ന് ഞാൻ അതിശയോക്തിയാക്കി പറയുന്നതല്ല, അതാണ് യാഥാർത്ഥ്യം. കാരണം സമാധാനം എവിടെയെന്ന് ചോദിച്ചാൽ മനുഷ്യൻ എവിടെയെന്ന് സമാധാനം കാണേണ്ടി വരും. മനുഷ്യനാവേണമെങ്കിൽ വിജ്ഞാനം അവനെ നിയന്ത്രിക്കണം, ആത്മീയമായി ബദ്ധത വേണം. ഈ രണ്ട് കാര്യമില്ലെങ്കിൽ മനുഷ്യനാവുകയില്ല. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞ ഈ 3 പതിറ്റാണ്ടിന്റെ ഉലമാക്കളുടെ നേതൃത്വത്തിലുള്ള നീക്കമെന്ന് ഞാനിപ്പോൾ അനുസ്മരിക്കുക മാത്രമേ ചെയ്യുന്നു. അതിനായുള്ള കളം ഒരുക്കുക. വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ ബോർഡ് വിദ്യാർത്ഥികൾക്കുള്ള സംഘടനയായിട്ടാണ് SSFനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കെട്ടിപ്പടുത്തത്. അത് വളരെ അനിവാര്യമാണെന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ ലോകത്തിന്റെ മുമ്പിൽ ഒരു നല്ല സമൂഹത്തിനെ കാഴ്ചവെക്കാൻ ഇത് അനിവാര്യമാണെന്നും മനസ്സിലാക്കിയാണ് ഈ സംഘടനയെ കെട്ടിപ്പടുത്തതെങ്കിൽ ആ മഹത്തായ സംഘടനയെ കെട്ടിപ്പടുത്തതിന്റെ ചരിത്ര പശ്ചാത്തലം പഠിക്കണമെന്ന് മാത്രം കുട്ടികളോട് ഞാൻ പറഞ്ഞു ഒഴിവാവുകയാണ്. ഈ മലീമസമായ ചുറ്റുപാടിൽ നമ്മുടെ കഴിവുകൾ മുഴുവനും സമൂഹത്തിന് സമർപ്പിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. വിശേഷിച്ചും ഇന്ന് സമൂഹത്തിന്റെ ഏറ്റവും വലിയ മുഖ്യ ശത്രുവായി സാമ്രാജ്യത്വം കുടികുത്തി വാഴുന്ന സാമ്രാജ്യത്വം പല ലേബലുകളിൽ, പല രൂപാന്തരങ്ങൾ പെട്ടുകൊണ്ട് നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു പ്രത്യേക സവിശേഷ സാഹചര്യം. നമ്മളറിയാതെ ഈ സമൂഹത്തിന്റെ സംസ്കാരത്തെ ചൂഷണം ചെയ്യാൻ, നശിപ്പിക്കാൻ വേണ്ടി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ ഏറ്റവും കൂടുതലായി സാമ്രാജ്യത്വം നമ്മിലേക്ക് കടന്നു വരുന്നത് സാഹിത്യരംഗത്തുകൂടെയാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ നടന്ന പ്രസംഗങ്ങളിലും മത്സരവേദികളിലുമൊക്കെ ഒരുപാട് തവണ കേട്ട് ഉൾക്കൊണ്ട ഒരാശയമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ വിദ്യാർത്ഥികളാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഉത്തമ താൽപര്യങ്ങൾ പരിരക്ഷിക്കേണ്ടത്. അതിനായി നിങ്ങൾ ഒരു പടവാളായി SSF പോലുള്ള സംഘടനകൾ നിങ്ങൾ ഉയർന്നു വരണം എന്നാണ് എനിക്ക് നിങ്ങളുടെ സംസ്ഥാന ജില്ലാ നേതാക്കളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്.